അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 4ാമത്തെ യൂണിറ്റാണ്. ലാ നഹ്നു നതഅല്ലമു വഹദത്തൻ റാബിഅ ഉൽവാൻ മുഹാക്കമ. മുഹാക്കമ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിൽ 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അൽ ഖാദി അസ്സഗീർ എന്നും രണ്ടാമത്തത് അമാന എന്നുമാണ്. ഖാദി അസ്സഗീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയൊരു ജഡ്ജി എന്നാണ് അർത്ഥം. മുഹാക്കമ എന്ന് പറഞ്ഞാൽ കോടതിയാണ്. മുഹാക്കമ കോടതിയാണ്. അൽ ഖാദി അസ്സഗീർ ചെറിയ ജഡ്ജി. അമാന എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ഇങ്ങനെ 2 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. താഴെ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. നുലാഹിൽ അസൂറത്ത് അവന തഹദ്ദസു എന്ന ഒരു തുലാസിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഇത് എന്തിൻ്റെ ചിഹ്നമാണ്? ഇവിടെ താഴെ ഒരു ചോദ്യമുണ്ട്. ഇലാമ യുഷീറു ഹാദൽ മീസാൻ. ഇലാമ എന്തിലേക്കാണ് യുഷീറു സൂചിപ്പിക്കുന്നത്? ഹാദൽ മീസാൻ ഈ തുലാസ് എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഈ മീസാൻ സൂചിപ്പിക്കുന്നത് എന്തിലേക്കാണ്? ഇത് കോടതിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഇത് കോടതിയുടെ ചിഹ്നമാണ്. രണ്ടാമത്തെ ചോദ്യം, ലിമാ തസ്തഖ്ദിമു എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൽ മഹ്കമ കോടതി. അൽ മീസാൻ തുലാസിനെ എന്തിനാണ് കോടതി ഉപയോഗിക്കുന്നത്? ശിആറല്ലഹ അതിൻ്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? നീതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ല. തുലാസിൽ നമ്മൾ സാധനമൊക്കെ തൂക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് സാധനം കിട്ടും അല്ലേ. അപ്പോൾ ഇത് നീതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എങ്ങനെ എഴുതും? യുഷീറു ഹാദൽ മീസാൻ ഇലൽ മഹ്കമ എന്ന് എഴുതും. യുഷീറു ഹാദൽ മീസാൻ ഇലൽ മഹ്കമ. രണ്ടാമത്തത് എങ്ങനെ എഴുതും? അൽ മഹ്കമ അൽ മീസാൻ യുഷീറു ഇലൽ അദ്ൽ അല്ലെ. ഇലൽ അദ്ൽ അത് നീതിയെയാണ് സൂചിപ്പിക്കുന്നത് തുലാസ് അല്ലെ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഹൽ തഅരിഫൂന ഹാദൽ ഖുർആനൽ ആയത് അല്ലെ. ഹൽ തഅരിഫൂനൽ ആയത്തൽ ഖുർആനിയ ഖുർആൻ ഒരു ആയത്ത് നിനക്ക് അറിയുമോ? ഹൽ തഅരിഫൂന നിനക്ക് അറിയുമോ? അല്ല ആയത്തൽ ഖുർആനിയ ഖുർആനിലെ ആയത്ത് അല്ലത്തി വറദത്ത് അനിൽ മീസാൻ മീസാനെ കുറിച്ച് പറയുന്ന ഖുർആനിലെ ആയത്ത് നിനക്ക് അറിയാമോ? മാഹിയ ഏതാണ് ആയത്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് നിങ്ങൾ കണ്ടെത്തണം. സൂറത്തുൽ റഹ്മാനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വസ്സമാഅ റഫഅഹ വളഅൽ മീസാൻ എന്നൊരായത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതാണ് നിങ്ങളിവിടെ എടുത്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അൽ ഖാദി അസ്സഗീർ എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് അല്ലേ. നമുക്കിതിനെ അടുത്ത ഈ പാഠം നോക്കാം. അറാദ താജിറിൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. അറാദ ഉദ്ദേശിച്ചു, ഒരു കച്ചവടക്കാരൻ ഉദ്ദേശിച്ചു. ഫിൽ അസുറിൽ അബ്ബാസി അസുറി എന്ന് പറഞ്ഞാൽ കാലഘട്ടം. ഫിൽ അസുറി കാലഘട്ടത്തിൽ. അൽ അബ്ബാസി കാലഘട്ടത്തിൽ ഒരു കച്ചവടക്കാരൻ ഉദ്ദേശിച്ചു. അൻ യസൂറ സന്ദർശിക്കാൻ. ബൽദത്തൻ ബഈദത്തൻ ഒരു ദൂരമുള്ള വളരെ വിദൂരമായ ഒരു രാജ്യം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അബ്ബാസി കാലഘട്ടത്തിൽ ഒരു കച്ചവടക്കാരൻ ഉദ്ദേശിച്ചു. കാനത്ത് ലഹു അയാൾക്കുണ്ടായിരുന്നു. ജറത്തുൻ ഒരു വീപ്പയുണ്ടായിരുന്നു, ഒരു കൂജയുണ്ടായിരുന്നു. വെള്ളമൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു പാത്രമാണ് അല്ലേ. അത് ഇയാൾക്കുണ്ടായിരുന്നു. ഫീഹ അതിൽ ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നത് നുഖൂദുൻ ദഹബിയ്യത്തുൻ നുഖൂദുൻ നാണയമാണ്. ദഹബിയ്യത്തുൻ സ്വർണ്ണ നാണയമായിരുന്നു ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നത്. ഫഹാഫ ഇയാൾ ഭയപ്പെട്ടു. അലൈഹ അതിൽ ഈ പാത്രത്തെ തൊട്ട് ഇയാൾക്ക് ഭയമുണ്ടായി. തുസ്റക്ക് അത് മോഷ്ടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഇയാൾക്കുണ്ടായി. കാരണം ഇയാൾ
വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ പാത്രം മോഷ്ടിച്ച് കളയുമോ എന്നൊരു ഭയം ഇയാൾക്ക് തോന്നി. ഫ അസമത് താജിർ, കച്ചവടക്കാരൻ തീരുമാനിച്ചു. അല ഈദാ ഇഹ, അത് സൂക്ഷിക്കാൻ. അസമ അല എന്നാണ് പറയുക. അസമ അല എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു എന്നാണ്. അസമത് താജിറു അല ഈദാ ഇഹ, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈദാ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത ജാറിൻ, അയൽവാസിയുടെ അടുക്കൽ പോയിട്ട് അത് അവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അവരോട് അത് സൂക്ഷിക്കാൻ പറഞ്ഞു അല്ലേ. ലാക്കിന്നഹു, പക്ഷേ അഹദ ഷൈഅൻ, ഇയാൾ എന്ത് ചെയ്തു? അഹദ എടുത്തു, ഷൈഅൻ മിനൽ ദഹബി, കുറച്ച് സ്വർണ്ണ നാണയം അതിൽ നിന്നും ഇങ്ങോട്ട് എടുത്തു. ഏത് ഭാഗത്ത് നിന്നാണ് എടുത്തത്? മിൻ അഇലൽ ജറത്തി, പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തിലുള്ള, അഇല മുകളിലുള്ള, ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തിലുള്ള സ്വർണ്ണ നാണയം ഇയാളിങ്ങെടുത്തിട്ട് എന്തിനാ ഇയാളെടുത്തത്? മഹാഫത്തൻ, ഭയന്നുകൊണ്ട്, ഷർറ് ഭയന്നുകൊണ്ട്, എന്തെങ്കിലും തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? കുറച്ച് സ്വർണ്ണ നാണയം ഇങ്ങെടുത്തു. എന്നിട്ട് വെച്ചു, വെച്ചു. മക്കാനഹോ, ആ സ്ഥാനത്ത്, ആ സ്വർണ്ണ നാണയത്തിൻ്റെ സ്ഥാനത്ത് ഇയാൾ വെച്ചത് ജൈത്തൂനൻ, കുറച്ച് ജൈത്താണ് വെച്ചത്, ഒലീവ് വെച്ചു. ജൈത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഒലീവ് വെച്ചു ഇയാൾ. ദഹബ ബിഹ, അതുമായിട്ട് പോയി, അതും കൊണ്ട് ഇയാൾ പോയി. ഇലാ ജാറിഹി, അയൽവാസിയുടെ അടുത്തേക്ക് ഇയാൾ പോയി. വക്കാല, എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഉരീദു റിഹ്ലത്തൻ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, റിഹ്ലത്തൻ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്നിയാൾ പറഞ്ഞു അയൽവാസിയോട്. ഹാദിഹി ജറത്തൻ, ഇത് പാത്രമാണ്, ഈ കൂജ. ഫീഹ, ഇതിൽ ജൈത്തൂനുൻ, ജൈത്താണുള്ളത്, ഒലിവാണുള്ളത്. തബ്ക ഇന്ദക്ക ഹത്ത അഊദ, ഞാൻ മടങ്ങി വരുന്നത് വരെ അതിവിടെ ഉണ്ടാവണം. ഇവിടെ തബ്ക അർത്ഥം ബാക്കിയാവുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവണം, ഞാൻ വരുന്നത് വരെ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസിയെ ഈ വീപ്പ ഏൽപ്പിച്ചു. ഇസ്തഗറക്കത്ത് റിഹ്ല, സമയമെടുത്തു. ഇസ്തഗറക്കത്ത് സമയമെടുത്തു. റിഹില യാത്ര. മുദ്ദത്ത ഷുഹൂറിൻ മാസങ്ങളോളം സമയമെടുത്തു. ലി സിഹാബി പോകുവാനും വൽ ഇയാബി മടങ്ങി വരുവാനും. ഇവിടെ നിന്ന് പോവാനും അതുപോലെ തന്നെ മടങ്ങി വരുവാനും കൂടിയിട്ട് മാസങ്ങളോളം സമയമെടുത്തു. ദാത്തയോമിൻ, ഒരു ദിവസം, ഇസ്തഹത്ത് ആഗ്രഹിച്ചു. സൗജത്തുൽ ജാറി, അയൽവാസിയുടെ ഭാര്യക്ക് ആഗ്രഹം തോന്നി. ജൈത്തൂനൻ, ഒലിവിന് വേണ്ടിയിട്ട് ആഗ്രഹം തോന്നി. ജൈത്തിന് വേണ്ടിയിട്ട് അയൽവാസിയുടെ ഭാര്യക്ക് ഒരു ദിവസം ആഗ്രഹം വന്നു. കാനത്ത് ഹാമിലൻ, അവൾ അയൽവാസിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. തഫക്കറ, ചിന്തിച്ചു. അൽ ജാറു, അയൽവാസി, ഫിൽ ജറത്തി, ഈ പാത്രത്തെക്കുറിച്ച് ചിന്തിച്ചു. ഈ പാത്രമുണ്ടല്ലോ അതിൽ ജൈത്താണല്ലോ ഉള്ളത് എന്നൊക്കെ ഇയാൾ ചിന്തിച്ചു. ഈ പാത്രത്തിൽ സ്വർണമാണ് ഉള്ളത് എന്ന കാര്യം അയൽവാസി അറിയില്ല അല്ലേ. അയൽവാസിയോട് പറഞ്ഞത് ജൈത്താണ്, ഇതിവിടെ സൂക്ഷിക്കണമെന്നാണ് അല്ലേ. അങ്ങനെ ദഖല അൽ ഉർഫത്ത, ദഖല പ്രവേശിച്ചു. അൽ ഉർഫത്ത, ആ റൂമിലേക്ക്, ഈ പാത്രം വെച്ച, ഈ കൂജ വെച്ച റൂമിലേക്ക് ഇയാൾ പ്രവേശിച്ചു. ഹൈസു വല അൽ ജറത്ത, ഈ കൂജ വെച്ച, ഈ പാത്രം വെച്ച മുറിയിലേക്ക് പ്രവേശിച്ചു. വസ്തഖറജ ഷൈഅൻ, കുറച്ച് അതിൽ നിന്നിങ്ങ് പുറത്തേക്കെടുത്തു. മിന സൈത്തൂൻ, ഒലിവ് അല്ലേ, കുറച്ച് ഒലിവ് എന്ത് ചെയ്തു? പുറത്തേക്കിങ്ങെടുത്തു. അതിനുശേഷം കററ, ആവർത്തിച്ചു. ദുഹൂലഹു, ഈ റൂമിലേക്ക് പ്രവേശിക്കുന്നത്, അൽ ഉർഫ അല്ലെ, റൂമിലേക്ക്, ഈ റൂമിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ പിന്നീട് പല ദിവസങ്ങളിലും എന്ത് ചെയ്തു? ഈ അയൽവാസി പാത്രം വച്ച റൂമിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി.
ഇമ്മാലി സൗജത്തിഹി ഒന്നിക്കൽ ഭാര്യയായിരിക്കും റൂമിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇമ്മാലി നഫ്സിഹി അല്ലെങ്കിൽ ഈ അയൽവാസി തന്നെ റൂമിലേക്ക് പ്രവേശിക്കും. മറത്തൻ ഒരിക്കൽ മദ്ദ യദഹു അവരുടെ കൈ നീണ്ടു, മദ്ദ നീണ്ടു, യദഹു അവരുടെ കൈ നീണ്ടു അല്ല കൈ നീട്ടിയിട്ട് ഈ സൈത്ത് എടുത്തു. ആ സമയത്ത് ഫഹറജ അപ്പോൾ പുറത്തേക്ക് വന്നു. എന്ത്? അൽദഹബ് സ്വർണമാണ് പുറത്തേക്ക് വന്നത്. സൈത്ത് പലതവണ എടുത്തുകൊണ്ടിരിക്കെ പിന്നീട് പുറത്തേക്ക് വന്നത് സൈത്തല്ല, പകരം സ്വർണമാണ് പുറത്തേക്ക് വന്നത്. നമുക്കിന്ന് ഇവിടെ നിർത്താം. ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലിമാ ഔദ താജിറു അൽ ജറത്ത ഇന്ത ജാരിഹി എന്തിനാണ് കച്ചവടക്കാരൻ പാത്രം സൂക്ഷിക്കാൻ അയൽവാസിയെ ഏൽപ്പിച്ചത്? എന്തിനാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ. എന്തിനാണ്? അന്യസൂറ ബൽദത്തൻ ബഈദത്തൻ അല്ലേ. അറാദ താജിറു ഫിൽ അസ്റിൽ അബ്ബാസി അന്യസൂറ ബൽദത്തൻ ബഈദത്തൻ അല്ലേ. ഒരു ദൂരെയുള്ള രാജ്യം സന്ദർശിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഔദാ താജിറു ജറത്തൻ ഇന്ദ ജാരിഹി. 2 മാദാ ഫഅല താജിറു ബിൽ ജറത്തി മഹാഫത്തൻ മിനശ്ശർറി അല്ലെ. ഷർറ് ഭയന്നതുകൊണ്ട് ഈ കച്ചവടക്കാരൻ പാത്രം കൊണ്ട് എന്താണ് ചെയ്തത്? പാത്രത്തിൽ എന്താ ചെയ്തത്? മുകളിലുള്ള സ്വർണം ഇങ്ങെടുത്തു, ആ സ്ഥാനത്ത് ജയ്ത്ത് വെച്ചു, ഒലീവ് വെച്ചു അല്ലെ. അതാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്, അത് വായിച്ചിട്ട് കണ്ടെത്തിയിട്ട് ഉത്തരം എഴുതണം. ഫഅല താജിറു ബിൽ ജറത്തി മഹാഫത്തം മിനശ്ശർറി എന്ന് എഴുതിയിട്ട് ബാക്കി നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് എഴുതണം. 3 ലിമാദ കാലത്ത് താജിറുലി ജാരിഹി ഇന്ന ഫിൽ ജറത്തി സൈത്തൂനൻ ഇതിൻ്റെ അകത്ത് ഈ പാത്രത്തിൽ സൈത്താനുള്ളത് എന്ന് കച്ചവടക്കാരൻ അയൽവാസിയോട് എന്തിനാണ് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? മഹാഫത്തൻ മിനശ്ശർറി അല്ലേ, ഷർറ് ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം വായിച്ചിട്ട് ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതണം. മാതാ ഇഷ്ടത്ത് സൗജത്തുൽ ജാറി അയൽവാസിയുടെ ഭാര്യക്ക് എന്താണ് ആഗ്രഹം വന്നത്? സൈത്ത് അല്ലെ, സൈത്തിന് വേണ്ടിയിട്ട് ഒലിവിന് വേണ്ടിയിട്ടാണ് ആഗ്രഹം വന്നത്. അപ്പോൾ ഈ 4 ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ഉത്തരവ് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.